Today's topic is fruits and seeds. This is the last chapter of morphology portion. What is a fruit? Before going to the definition of fruit, we should familiar with the development of fruit. Immediately after pollination and fertilization, ovary undergo two important changes. What are the two important changes during the development of a fruit? First one is ovules present in the ovary develops into seed. ഓവറിക്കുള്ളിലുള്ള ഓവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡ്സ് ആയിട്ട് മാറും. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ovule become the seed. And the second important changes during the transformation of an ovary to fruit, the wall of the ovary thickens and ripens into the fruit wall called pericarp. Wall of the ovary thicken ചെയ്തിട്ട് റൈപ്പൻ ചെയ്തിട്ട് ഫ്രൂട്ട് വാൾ അല്ലെങ്കിൽ പെരികാർപ്പായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അതാണ് രണ്ടാമത് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത് ഓവ്യൂൾസ് സീഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓവറി ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ ഓവറി വാൾ എന്തായിട്ട് മാറും? ഫ്രൂട്ട് വാളായിട്ട് മാറും. ഫ്രൂട്ട് വാൾ ഈസ് അതർവൈസ് കോൾഡ് പെരികാർപ്പ്. നെക്സ്റ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് fruit. Fruit development starts immediately after pollination. Pollination stimulates growth hormones such as auxins, gibberellins, and cytokinins. Thereby, this hormone stimulates growth and development of ovary and also prevents abscission. Several changes takes place during development of fruit from ovary. First one, ovary enlarges by repeated cell division and cell enlargement induced by auxins, gibberellins and cytokinins. നമുക്കറിയാം ഓവറി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്മോൾ സ്ട്രക്ചറാണ്. ആ ഓവറിയാണ് ഒരു ഫ്രൂട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. സോ പോളിനേഷൻ്റെയും ഫെർട്ടിലൈസേഷൻ്റെയും ശേഷം ഓവറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിൻസിൻ്റെയും സൈറ്റോകൈനിൻസിൻ്റെയും ജിബറലിൻസിൻ്റെയും ആക്ഷൻസിൻ്റെ ഫലമായിട്ട് സെൽ ഡിവിഷൻ, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെൻറ്റും നടക്കും. ദെർബൈ ഓവറിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ അതാണ് ഫസ്റ്റ് ചേഞ്ച് ഡ്യൂറിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട്. Ovary enlarges by repeated cell division and cell enlargement. And the second important changes, the copious development of succulent parenchyma within the ovary. സക്യുലൻ്റ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് ഓവറിക്കുള്ളിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തു വരും. അപ്പോൾ സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെൻറ്റിനും ശേഷം സക്യുലൻ്റ് പാരൻകൈമയാണ് ഓവറിക്കുള്ളിൽ ഡെവലപ്പ് ചെയ്തു വരിക. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, സെൽസ് ഗെറ്റ്സ് ലോഡഡ് വിത്ത് വെജിറ്റബിൾ ആസിഡ്സ്, ഷുഗേഴ്സ് ആൻഡ് ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ്. ഒരു ഓവറി ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫ്രൂട്ടിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഉള്ളത്. സോ ആ ടേസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന വെജിറ്റബിൾ ആസിഡ്സോ ഷുഗേഴ്സോ അതേപോലെ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസൊക്കെ സെല്ലിൽ ഫില്ലായിട്ട് വരും. അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച്. ആൻഡ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, dissolution of the existing walls in some cells and the formation of false septa in some other cells. This alters the nature and appearance of the ovary. സെൽ ഡിവിഷൻ നടന്ന് റിപ്പീറ്റഡ് സെൽ ഡിവിഷന് ശേഷം ഫോം ചെയ്തിട്ടുള്ള സെൽസിൽ ചിലതിൻ്റെയൊക്കെ വാൾസ് എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ സംഭവിക്കും. ആൻഡ് ചിലതിൽ പുതിയതായിട്ടുള്ള വാൾസ് ഫോം ചെയ്യും. ദെർബൈ ആ മൊത്തം ഓവറിൻ്റെ ടെക്സ്ചർ ഒരു ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാറും. അതിൻ്റെ ടെക്സ്ചർ മാറും. ഇങ്ങനെ
ഒരു ഭാഗത്ത് ഡിസൊല്യൂഷനും വേറൊരു ഭാഗത്ത് സെപ്റ്റൽ ഫോർമേഷനും നടക്കുന്നത് വഴി. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, ഓവറി ഫ്രൂട്ടായിട്ട് മാറുമ്പം ഓവറി വാൾ എന്തായിട്ട് മാറും? പെരികാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് വാളായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് occurring during the development of fruit from ovary. സോ ഒരു ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്ന സമയത്ത് ഈ മേജറായിട്ടുള്ള 5 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ് നടക്കുന്നത്. ആൻഡ് ഡ്യൂറിങ് റൈപ്പനിങ് സം ബയോകെമിക്കൽ ചേഞ്ചസ് occur in fruits. സം ബയോകെമിക്കൽ ചേഞ്ചസ് മാത്രമേ ഫ്രൂട്ട്സിൽ നടക്കുള്ളൂ ഡ്യൂറിങ് ദി റൈപ്പനിങ് സ്റ്റേജ്. ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുന്ന സമയത്ത് ഇനി നടക്കാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ സർട്ടൻ ബയോകെമിക്കൽ ചേഞ്ചസ് മാത്രമാണ്. ബയോകെമിക്കൽ ചേഞ്ചസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രൂട്ടിൻ്റെ കളറ്, അതേപോലെ ടേസ്റ്റ്, ഫ്ലേവറൊക്കെ ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ കളർ, ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ഡിഫറെൻ്റ് ആവാൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാൻ വേണ്ടി സംഭവിച്ചിട്ടുള്ള ബയോകെമിക്കൽ ചേഞ്ചസിൽ ഫസ്റ്റ് വൺ ഈസ് കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു ഷുഗർ. സോ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഫ്രൂട്ട്സിന് ഫോം ചെയ്യാറുണ്ട് റൈപ്പൻ സ്റ്റേജിൽ. ദെൻ ഡിക്രീസ് ഇൻ ആസിഡ് കോൺസെൻട്രേഷൻ, പുളിയൊക്കെ ചെറുതായിട്ട് മാറി വരും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് എസ്റ്റേഴ്സ്, ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോറോഫിൽ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ടു ക്രോമോപ്ലാസ്റ്റ്, എക്സെട്ര. These are the important biochemical changes occurring during the ripening of fruit. Fruits are usually formed by the stimulus of fertilization. സാധാരണ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കാറ് ഫെർട്ടിലൈസേഷന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് ഓഫ് ഫെർട്ടിലൈസേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ്. ബട്ട് ദർ ആർ കേസസ് വേർ എ ഫ്രൂട്ട് മേ ബി ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ദിസ് type of development of fruit without fertilization is called parthenocarpy. So fruit formation without fertilization, that is called parthenocarpy. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുക, അതിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുക. ആൻഡ് ദീസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആർ ഓൾവേസ് സീഡ്ലെസ്. പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ ഹോർമോൺസ് ഓൾസോ. Banana and pineapples are examples for natural parthenocarpy. ബനാനയും പൈനാപ്പിളും നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണെന്ന് പറയാൻ കാരണം നാച്ചുറലി കാണുന്ന ബനാനയിലും പൈനാപ്പിളിലും എന്തില്ല? സീഡ്സ് ഇല്ല. സീഡ്സ് എബോട്ടഡ് ആണ്. ബനാനൻ്റെയൊക്കെ സെൻറ്ററിലൂടെ കാണുന്ന ആ ഒരു ബ്ലാക്കിഷ് ലൈൻ, അതിൻ്റെ സൈഡ്സിൽ കാണുന്ന ആ ചെറിയ ഡോട്ട്സ്, അതാണ് അതിൻ്റെ സീഡ്സ്, ബട്ട് അബോട്ടഡ് ആണ്. ആൻഡ് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. സീഡ്ലെസ് ഗ്രേപ്സ്, വാട്ടർമെലൺ, ഓറഞ്ചസ്, എക്സെട്ര. Parthenocarpic fruits have great demand in horticulture. Horticulturists are trying to induce parthenocarpy in more and more varieties of fruits. Next is types of fruits. There are two different types of fruits based on the parts modified. They are true fruits and false fruits. In most of the flowers, only ovary takes parts in the formation of fruit. Such fruits are called true fruits. And the second one, false fruit or accessory fruits or spurious fruits, means some other floral parts other than ovary, such as thalamus, calyx or peduncle, forms the major part of fruits. Example for false fruits are apple, cashew nut, pineapple, etc. Fleshy and edible part of apple is thalamus. Calyx is modified into edible part in pineapple. Peduncle or pedicel is transformed into edible fleshy part in cashew. So ആപ്പിളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു തലാമസ് മോഡിഫൈ ചെയ്ത പോർഷനാണ് അതിൻ്റെ എഡിബിൾ ആൻഡ് ഫ്ലഷി പാർട്ട്, ആൻഡ് ഇറ്റ് ഈസ് എ ഫാൾസ് ഫ്രൂട്ട്. ആപ്പിളിൽ നമുക്ക് ട്രൂ ഫ്രൂട്ടും കാണാൻ പറ്റും. ആപ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ സീഡ്സ് ഒക്കെ കാണുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു കുഞ്ഞ് ഏരിയ,
അതാണ് അതിൻ്റെ ട്രൂ ഫ്രൂട്ട്. സോ ട്രൂ ഫ്രൂട്ട് ഈസ് സറൗണ്ടഡ് ബൈ ഫാൾസ് ഫ്രൂട്ട് ഇൻ ആപ്പിൾ. ആൻഡ് കാഷ്യൂ നട്ടിലും നമുക്കതിൻ്റെ ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും കാണാൻ പറ്റും. ഫാൾസ് ഫ്രൂട്ട് നമ്മൾ പറഞ്ഞു പിടങ്കിൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഫ്ലഷി ആൻഡ് എഡിബിളും കൂടി ആയിട്ടുള്ള പാർട്ടാണ് എന്ന്. ആൻഡ് ആക്ച്വൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ നട്ടാണ്, കാഷ്യൂ നട്ട്. നെക്സ്റ്റ് ഇസ് പാർട്സ് ഓഫ് ഫ്രൂട്ട്സ്. മെയിൻലി ഈച്ച് ഫ്രൂട്ട് ഹാസ് ടു പാർട്സ്. ഫസ്റ്റ് വൺ seed which is developed from ovule, and the second part is fruit wall which is developed from ovary wall. It is also called a pericarp, and the structure of pericarp varies greatly in different kinds of fruits. For example, in fruits like mango, coconut and cherries, it is differentiated into outer epicarp, middle mesocarp and inner endocarp. Of these, epicarp and endocarp are usually thin layers, while mesocarp may develop into fleshy tissue and forms the edible part, as in the case of mango. Whereas in coconut, mesocarp is fibrous, which helps for floating in water. So, in coconut, endosperm forms the edible part. And the next topic is biological needs of a fruit or significance of fruit formation. മെയിനായിട്ടും 3 ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ നീഡ്സ് ആണ് ഒരു ഫ്രൂട്ട് ഫോർമേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് സീഡ്സ്. Fruits form a case or vessel around the seed. Thereby, seeds are protected against animals and hostile environments. ഫ്രൂട്ട് എന്ന് പറഞ്ഞത് സീഡിന് ചുറ്റുമുള്ള ഒരു വെസൽ അല്ലെങ്കിൽ കേസാണ്. അതുകൊണ്ട് തന്നെ ആനിമൽസിൽ നിന്ന് അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ നിന്നൊക്കെ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ഫ്രൂട്ട്. And the second one is dispersal of seed. Fruits helps the dispersal of seeds by wind, water and animals. And if a fruit is valued by other animals, naturally it will be carried by them and the seeds will get more easily distributed. സീഡ്സിന് ചുറ്റും കവർ ചെയ്ത് കാണുന്ന വെസൽ അല്ലെങ്കിൽ കേസ് ആയിട്ടുള്ള ഫ്രൂട്ട് അതിൻ്റെ ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. ചില ഫ്രൂട്ട്സിൽ ഫ്രൂട്ട് മോഡിഫൈ ചെയ്ത് വിങ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടാവും. അത് വിൻഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. കോക്കനട്ട് പോലത്തെ പ്ലാന്റ്സിൽ പെരികാർപ്പിലെ മീസോകാർപ്പ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൈബ്രസ് ടൈപ്പ് വിച്ച് ഹെൽപ്സ് ഫോർ ഡിസ്പേഴ്സൽ ഇൻ വാട്ടർ. ആൻഡ് ഇഫ് എ ഫ്രൂട്ട് ഈസ് വാല്യൂഡ് ബൈ ആനിമൽസ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ എന്ത് ചെയ്യും, ഒരു മാങ്ങേൻ്റെ അണ്ടിയൊക്കെ നമ്മൾ വലിച്ചെറിയാറുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സലാണ്. സോ അങ്ങനെയും അതിൻ്റെ ഡിസ്പേഴ്സൽ നടക്കും. ആൻഡ് ദ തേർഡ് ബയോളജിക്കൽ നീഡ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രൂട്ട് ഈസ് chemical defense. Immature fruits contain unpalatable and repellent chemicals which offer chemical defense against different organisms. ഒരു ഫ്രൂട്ട് റൈപ്പൻ ചെയ്യാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഇമ്മച്വർ ആവുന്ന സ്റ്റേജിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല. ഒന്നെങ്കിൽ ഒരു പുളി അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കും. സോ ആ ഒരു ടേസ്റ്റ് ഇല്ലായ്മ കാരണം ആരും എന്ത് ചെയ്യില്ല, ആ ഫ്രൂട്ട് എടുക്കില്ല. സോ ആ ഒരു സീഡ് മെച്വർ ആവുന്ന സമയത്ത് മാത്രമാണ് കെമിക്കൽ ചേഞ്ചസ് ഓവറിൽ അല്ലെങ്കിൽ ഫ്രൂട്ടിൽ നടക്കുന്നത്. സോ കെമിക്കൽ ഡിഫൻസ് ഓഫർ ചെയ്യുന്നുണ്ട് ഏത് സീഡ്സിനെ കവർ ചെയ്ത് കാണുന്ന ഫ്രൂട്ട്സ്. ആൻഡ് ദർ ആർ 3 different types of fruits based on their development. First one simple fruit, second one aggregate fruit and the third one multiple fruit. First one is simple fruit. Simple fruit is the single fruit developed from single ovary of a single flower. എന്താ പറഞ്ഞത്? സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം
സിംഗിൾ ഓവറി ഓഫ് എ സിംഗിൾ ഫ്ലവർ. അതായത് ഒരു ഫ്രൂട്ടാണ് എവിടുന്നാണ് ഫോം ചെയ്യുന്നത്? ഒരൊറ്റ ഓവറിന്ന്. ആൻഡ് ഏതിൻ്റെ? ഒരു ഫ്ലവറിൻ്റെ. സോ ഒരു ഫ്ലവറിൽ ഒരു ഓവറി, അതിന് ഫോം ചെയ്യുന്ന ഒരു ഫ്രൂട്ട്, അതിനെയാണ് നമുക്ക് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ഫ്രൂട്ടിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയാം. ആൻഡ് ഹിയർ ദ ഓവറി മസ്റ്റ് ബി മോണോകാർപ്പലറി യൂണിലോക്യുലാർ ഓർ മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടുള്ളൂ. മോണോകാർപ്പലറി യൂണിലോക്യുലാർ ആണെങ്കിൽ നമുക്ക് പയറിൻ്റെ ഒരു ഫ്ലവറിന് ഒരു ഫ്രൂട്ടാണ് കിട്ടാറ്. സോ ഒരു ഫ്രൂട്ട് കിട്ടും. ദെൻ മൾട്ടി കാർപ്പലറിയിൽ നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടുക എപ്പോഴാണ്? അത് സിൻകാർപ്പസ് ആയിരിക്കുമ്പോഴാണ്. മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ആയതുകൊണ്ടാണ് വെണ്ടൻ്റെ ഒരു ഫ്ലവറിന് നമുക്ക് ഒരു വെണ്ട ഫ്രൂട്ട് കിട്ടുന്നത്. വെണ്ട അപ്പോ കാർപ്പസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഓരോ കാർപ്പൽസ് വീതമുള്ള 5 ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു. സോ സിമ്പിൾ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഓവറി മസ്റ്റ് ബി മോണോകാർപ്പലറി യൂണിലോക്യുലാർ ഓർ മൾട്ടി കാർപ്പലറി syncarpus. These simple fruits constitute the largest and the most diverse type among the fruits. So, നമ്മൾ സിമ്പിൾ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്ലവറിന് ഒരു ഫ്രൂട്ട് മാത്രമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയാം. Then what is aggregate fruit? ഒരു ഫ്ലവറിന് ഒരുപാട് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് aggregate fruit എന്ന് പറയാം. അങ്ങനെ ഒരു ഫ്ലവറിന് ഒരുപാട് ഫ്രൂട്ട്സ് ഫോം ചെയ്യണമെങ്കിൽ ഓവറി എന്തായിരിക്കണം? മൾട്ടി കാർപ്പലറി എപ്പോകാർപ്പസ് ആയിരിക്കണം. സോ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം മൾട്ടി കാർപ്പലറി എപ്പോകാർപ്പസ് ഓവറി. ആൻഡ് ഇറ്റ് ഈസ് ഫ്രൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം എ ഫ്ലവർ വിത്ത് എ നമ്പർ ഓഫ് ഫ്രീ കാർപ്പൽ. എക്സാമ്പിൾ ഫോർ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഈസ് പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ. നമുക്ക് പോളിയാൽത്തിയൻ്റെ ഒരു ഫ്ലവർ നിന്ന പൊസിഷനിൽ ഒരുപാട് ഫ്രൂട്ട്ലെറ്റ്സ് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്. ഒരു ഹോൾ ഇൻഫ്ലോറസൻസ് ഒരു ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കമ്പോസിറ്റ് ഫ്രൂട്ട്സ്. എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഈസ് പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ കേസിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ പുറത്ത് കാണുന്ന മുള്ളുകളൊക്കെ ഓരോ ഫ്ലവറിൻ്റെ സെപ്പലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് ഫ്ലവേഴ്സ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലോറസൻസിലെ മൊത്തം ഫ്ലവേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടാണ് നമുക്ക് പൈനാപ്പിൾ ഫ്രൂട്ട് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ആൻഡ് ദർ ആർ 2 different types of simple fruits: simple fleshy fruit and simple dry fruit. In next video, we will discuss different types of simple fruits in detail.